ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്രീപ് ഷോയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ്. ഇതിനു മുമ്പ് ക്രീപ് ഷോയുടെ 2 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ? പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനെങ്കിൽ നമ്മൾ ഇടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കഥയുടെ തുടക്കത്തിൽ നാസി സോൾജേഴ്സും അമേരിക്കൻ സോൾജേഴ്സും തമ്മിലുള്ള ഒരു യുദ്ധം കാണിക്കുകയാണ്. ആ യുദ്ധത്തിൽ നാസി സോൾജേഴ്സ് ആണ് ഏകദേശം വിജയിച്ച് നിൽക്കുന്നത് കേട്ടോ. ആ കൂട്ടത്തില് നാസി സോൾജേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ ഓരോ അമേരിക്കൻ സോൾജേഴ്സിനെ ഇങ്ങനെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ പുറകിലൂടെ ഒരു അമേരിക്കൻ സോൾജർ വരുന്നത്. എന്നിട്ട് തന്റെ കയ്യിൽ കത്തി ഉപയോഗിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ കുത്തി വീഴ്ത്തുകയാണ് കേട്ടോ. ഇതേ സമയം സോൾജേഴ്സ് ഇവരെല്ലാവരും മരിച്ചു എന്ന് കരുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വെറും 4 അമേരിക്കൻ സോൾജേഴ്സ് ആണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവർ നേരെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലോട്ട് ഓടി കയറുകയാണ്. അത് പഴയ ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ. അവരങ്ങോട്ട് ഓടിപ്പോയതിനു ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു നോട്ടീസ് ബോർഡ് നമ്മളെ കാണിക്കുന്നത്. ആ കാടും പരിസരവും എന്ന് പറയുന്നത് ഡെയർവൂഫിന്റെ അറ്റാക്കുകൾ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അവർ ആ ബിൽഡിങ്ങിൽ കയറിയതിനു ശേഷമാണ് കാണുന്നത് അവിടെ ഒരു ഭയങ്കരമായ ഒരു വന്യമൃഗത്തിന്റെ അറ്റാക്ക് നടന്നിട്ടുണ്ട്. ആ ഭിത്തികളിലൊക്കെ ആ വന്യമൃഗത്തിന്റെ നഖത്തിന്റെ പാടുകളും രക്തത്തിന്റെ കറകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. ആ 4 പേരിൽ ഒരാൾ പതിയെ ഫ്രണ്ടിലോട്ട് നടക്കാൻ നേരം അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെഡ് ബോഡിയിൽ ചവിട്ടാണ്. അതാകെ വികൃതമായിട്ട് അഴുകിയിരിപ്പുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയാൾ പുറകിലോട്ട് മാറുമ്പോഴാണ് ഫ്രണ്ടിൽ മറ്റൊരു ഡെഡ് ബോഡിയും അവിടെ കിടക്കുന്നത് കാണുന്നത്. ഇവിടെ 2 ഡെഡ് ബോഡി കിടക്കുന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരൻ ഇയാളുടെ അടുത്തേക്ക് വരാണ് കേട്ടോ. ഇതങ്ങനെ വികൃതമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുകയാണ്. ഈ ചെറുക്കൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വൊമിറ്റ് ചെയ്തിട്ട് ആ പട്ടാളക്കാരന്റെ കാലോട്ട് തന്നെയാണ് ഇടുന്നത്. ഇത് ഇയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവന്റെ നേരെ ദേഷ്യപ്പെടുകയാണ്. അവന്റെ കുത്തിനൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ക്യാപ്റ്റൻ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ക്യാപ്റ്റനും മറ്റേയാളും തമ്മിൽ ഭയങ്കരമായ രീതിയിൽ വാഗ്വാദം നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സൈഡിലായിട്ട് മറ്റൊരു പട്ടാളക്കാരനെ അവർ കാണുന്നത്. അതൊരു നാസി സോൾജർ ആയിരുന്നു കേട്ടോ. ഇയാളുടെ നേരെ അവർ തോക്ക് ചൂണ്ടാണ്. പക്ഷെ അയാൾക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അയാൾ ഭയങ്കരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇയാളെ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ ഏകദേശം പകുതി 2 പീസായി മാറിക്കിടക്കാണ് കേട്ടോ. ആ നിമിഷം തന്നെ അയാൾ മരിച്ചും പോകുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് അയാൾക്കൊന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതും കൂടെ കാണുമ്പോൾ അവരെല്ലാവരും ഭയപ്പെടുകയാണ്. ഏതോ ഒരു അപകടം ഇവരെയും കാത്ത് അവിടെ ഇരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അവിടെ കട്ടിയത് പിന്നെ നമ്മളെ നാസി ക്യാമ്പാണ് കാണിക്കുന്നത്. അവിടേക്ക് ആ നാസി ലീഡർ കടന്നു വരികയാണ്. അദ്ദേഹം നേരെ പോകുന്നത് അവിടെ ഡെഡ് ബോഡിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ടെന്റിനകത്തേക്കാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ മകനാണ് ആ തുടക്കത്തിൽ മരിച്ച ആ ചെറുപ്പക്കാരനായിട്ടുള്ള സോൾജർ. അവന്റെ അടുത്ത് അയാൾ പറയുന്നുണ്ട്, നിന്റെ ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി? അവരോട് ഞാൻ പകരം വീട്ടിയിരിക്കുമെന്ന് അയാൾ ശപഥം ചെയ്യാണ്. അവിടെ കട്ടിയത് പിന്നെ നമ്മളെ ആ അമേരിക്കൻ സോൾജേഴ്സിനാണ് കാണിക്കുന്നത്. ആ കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരനായിട്ടുള്ള സോൾജർ അവിടെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന്റെ കഴുത്തിൽ ഒരു സിൽവർ കുരിശും കിടപ്പുണ്ട്. ബാക്കിയുള്ള 3 പേരും അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ചെറുപ്പക്കാരന്റെ പയ്യൻ ഒരു ജയിലിന്റെ സൈഡിലായിട്ടാണ് അവൻ നിന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവന്റെ പുറകിലൂടെ ഒരു കൈകൾ അവനെ പിടിക്കാനായിട്ട് വരുന്നത് കാണുന്നത്. അവൻ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്യാണ്. അത് ഒരു സ്ത്രീയായിരുന്നു. അവർ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. അവരെല്ലാവരും അതിനടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. പക്ഷെ അകത്തോട്ട് കടക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അതൊരു ജയിലായിരുന്നു. ആ ജയിലിന്റെ ഡോറ് ലോക്ക്ഡ് ആയിരുന്നു. അതിന്റെ താക്കോൽ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ ടോബി ആണെന്നുണ്ടെങ്കിൽ ആ താക്കോൽ ഉടനെ നിങ്ങൾ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വന്നിട്ട് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ് കേട്ടോ. ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ ക്വിസ്റ്റ് പറയുന്നത്, ഇവർ ഈ ഒച്ച വെക്കുന്നതൊക്കെ കേട്ടിട്ട് നാസി സോൾജേഴ്സ് ഇവരെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അത് അപകടമാണ്. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇവരെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാനാണ് അവൻ പറയുന്നത്. പക്ഷെ ക്യാപ്റ്റൻ ടോബി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അവിടെ താക്കോൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും താക്കോൽ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ വെടിവെച്ച ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ അറിയാതെയാണ് ചെയ്തതെന്നൊക്കെ. അവനങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ജയിലിനകത്തായിട്ട് ആ താക്കോൽ കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് കുറച്ച് ദൂരെയാണ് കിടന്നിരുന്നത്. അവൻ അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ആ താക്കോൽ എടുക്കുന്നത്. അവരത് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ ആ സ്ത്രീ നോ നോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവർ സംസാരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയായിരുന്നു. അതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവരുടെ കൂട്ടത്തിലെ മറ്റൊരു സോൾജർക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമായിരുന്നു കേട്ടോ. അയാൾ അത് തർജ്ജിമ ചെയ്ത് കൊടുക്കുകയാണ്. സത്യത്തിൽ ആ സ്ത്രീ പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ പുറത്തോട്ട് പോകൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും എന്നായിരുന്നു. ഇത് കേൾക്കുന്ന അവരാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നത് ആ സ്ത്രീ ഭയം കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. ഇവരവരുടെ മുറിവിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് 3 പേർക്ക് പോലും ആ സ്ത്രീയെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക്. അവരവരുടെ മുറിവിൽ ഇങ്ങനെ തൊടുകയാണ്. ആ വേദന കൊണ്ടിട്ട് ആ സ്ത്രീ ഒച്ച വെക്കാണ് കേട്ടോ. ഈ ഒച്ച കേട്ടിട്ട് നാസി പട്ടാളക്കാരൻ
എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അപകടമാണെന്ന് വിചാരിച്ചിട്ട് അയാൾ തന്നെ ഗണ്ണെടുത്തിട്ട് ആ സ്ത്രീയെ ഷൂട്ട് ചെയ്യാൻ പോകണം കേട്ടോ. പെട്ടെന്ന് ആ ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരൻ ഇയാളെ തള്ളി അങ്ങ് താഴത്തിടുകയാണ്. ഇതോടെ അയാൾക്ക് പിന്നെയും ദേഷ്യം കൂടാണ്. ആ ഗണ്ണെടുത്തുകൊണ്ട് നേരെ ആ ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരന്റെ നേരെ ചെല്ലുകയാണ് കേട്ടോ. ഇത് കാണുന്ന ക്യാപ്റ്റൻ ടോബി വട്ടം കയറി നിൽക്കുകയാണ്. ക്യാപ്റ്റൻ ടോബിയും ഇയാളും തമ്മിൽ ഭയങ്കരമായ ഒരു വാഗ്വാദം തന്നെ നടക്കുകയാണ്. അപ്പൊ ക്യാപ്റ്റൻ ടോബി ക്രിസ്റ്റിനോടായിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താണ് സംഭവിച്ചത്, നീ ഇങ്ങനെ എന്തിനാ ഭ്രാന്ത് പിടിച്ചോലെ പെരുമാറുന്നത്, ഞാൻ ആകെ വിശ്വസിച്ചിട്ടുള്ള ഒരു വ്യക്തി നീ മാത്രമല്ല, നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ ക്രിസ്റ്റ് പറയുന്നത് വാറ് ചിലപ്പോൾ ഒരു മനുഷ്യനെ മാറ്റിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ആ ജയിലിന്റെ ഗ്രില്ല് അടച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇവരവനെ പുറകെ ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ ക്രിസ്റ്റ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവരങ്ങനെ അതിൽ ട്രാപ്പായിരിക്കുകയാണ്. ഇവരെങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സ്ത്രീ അവിടെ നിലവിളിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ ആദ്യം രക്ഷപ്പെടുത്താം എന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ആ സ്ത്രീയുടെ മുറിവ് തനിയെ ഉണങ്ങുന്നത് അവർ കാണുന്നത്. ഇവർ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ആ സ്ത്രീയെടുത്ത് നിങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ മറുപടി പറയുന്നുണ്ടെങ്കിലും ഫ്രഞ്ച് ഭാഷ ആയതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ കൂടെയുള്ള ആൾ തർജ്ജിമ ചെയ്ത് കൊടുക്കുന്നത്. അവർ പറയുന്നത് ഇതായിരുന്നു, എനിക്കൊരു ശാപമുണ്ട്, ആ ശാപം കാരണം ഞാൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, ഒരുപാട് കുട്ടികളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കരയാണ്. സത്യത്തിൽ അവരുടെ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അവരൊരു മനുഷ്യ ചെന്നായി മാറും. അതായിരുന്നു അവരുടെ ശാപം. അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരന്റെ കയറത്തിലുണ്ടായിരുന്ന ആ വെള്ളി കുരിശ് എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ക്രിസ്ത്യൻ മിത്തോളജി പ്രകാരം വെള്ളി എന്ന് പറയുന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഈവിൽനെസ് ഒക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വാൻ ഹെൽസിൻ സിനിമയൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇതേ സമയം ആ ബിൽഡിങ്ങിന് ചുറ്റും നാസി സോൾജേഴ്സ് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ നേതാവ് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ആ ബിൽഡിങ്ങിനുള്ളിലുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് എന്റെ മകനെ കൊന്നിട്ടുള്ളത്. എന്നാൽ പോലും നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഞാൻ തരാൻ തയ്യാറാണ്. അതായത് നിങ്ങളായിട്ട് കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരണം വളരെ ലളിതവും എളുപ്പവുമായിരിക്കും. അല്ല, ഞങ്ങളുടെ സോൾജേഴ്സ് റിസ്ക് എടുത്ത് അതിനോട്ട് വരാൻ നിങ്ങൾ കാരണമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്തത്ര ദുഷ്കരമായിട്ടുള്ള മരണമായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നതെന്ന്. ഇത് കേട്ടുകൊണ്ട് ആ സോൾജേഴ്സ് അകത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ തന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിക്കണം. എന്നിട്ട് ആ കുരിശെടുത്തിട്ട് ആ സ്ത്രീയുടെ കൈ കൊടുക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹമെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീ ആ ലോക്കറ്റ് മേടിച്ചിട്ട് വിഴുങ്ങുന്നത്. ഇത് കാണുന്ന ക്യാപ്റ്റൻ ടോബി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു ഫേവർ കൂടി ചെയ്യണം. നിങ്ങളുടെ ശാപം ഞങ്ങൾക്ക് തന്നിട്ട് വേണം നിങ്ങൾ പോകാനെന്ന്. അതനുസരിച്ചിട്ട് ഈ 3 പേരെയും ആ സ്ത്രീ കടിക്കുകയാണ്. അതിനുശേഷം ആ സ്ത്രീ അപ്പോൾ തന്നെ മരണപ്പെടുന്നുണ്ട് വളരെ സന്തോഷത്തോടെ. എന്നിട്ട് ക്യാപ്റ്റൻ ടോബി എഴുന്നേക്കാണ്. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളെ പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്തോട്ട് പാടാന്ന്. ഇത് കേൾക്കുന്ന നാസി സോൾജേഴ്സിനൊക്കെ ദേഷ്യം വരികയാണ്. അവിടെ ക്യാപ്റ്റൻ അതിനകത്തോട്ട് ഗ്രനേഡ് വലിച്ചെറിയാൻ പറയണം. എന്നിട്ട് മാസ്ക് എല്ലാം വെച്ചിട്ട് അകത്തോട്ട് കയറാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. അവരുടെ രൂപമൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും അവർ മനുഷ്യ ചെന്നായായി മാറിക്കഴിഞ്ഞിരുന്നു. ആ സമയത്തേക്ക് ആ നാസി സോൾജേഴ്സ് ആ ബിൽഡിങ്ങിനകത്ത് കടന്നിരുന്നു. ഇവർ ആ ജയിലൊക്കെ ചവിട്ടി തുറന്ന് പുറത്തോട്ട് വരികയാണ്. ഇവരെ കാണുന്ന സോൾജേഴ്സ് എല്ലാം ഭയന്നു പോവുകയാണ്. സത്യത്തിൽ ഇവർ മനുഷ്യ തന്നെയായി മാറിക്കഴിഞ്ഞെന്ന കാര്യം അവർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നാസി സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഗണ്ണ് ഉപയോഗിച്ച് ഇവരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അത് ഒരു രീതിയിലും ഇവരെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്കതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവർ പിന്നെ അവരുടെ അറ്റാക്ക് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ആറാടുകയാണ്. അത്രയും സോൾജേഴ്സിനെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവരെ കൊന്നു കളയുന്നത്. ഇനി അവശേഷിക്കുന്നത് ആ നേതാവ് മാത്രമാണ്. അവരുടെ അടുത്തേക്ക് ഒരു മനുഷ്യച്ചെന്നായ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അയാളെ പിടിക്കുകയാണ്. അയാളെ വായിലോട്ട് കൈയിട്ടിട്ട് അയാളെ നാക്ക് ഉൾപ്പെടെ വലിച്ച് പുറത്തോട്ടെടുക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും അവർ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കട്ടിട്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ ക്രിസ്റ്റിനെയാണ്. അവൻ ഓടി ചെന്നിരുന്നത് ഒരു മൈനുകൾ കുഴിച്ചിട്ടുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു പൊട്ടിത്തെറി നമ്മളെ കേൾപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ക്യാപ്റ്റൻ ക്രിസ്റ്റിന്റെ അടുത്തായിട്ട് ഇരിക്കുന്ന ക്യാപ്റ്റൻ ടോബിനെയാണ്. ക്യാപ്റ്റൻ ക്രിസ്റ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും അവന്റെ ഒരു കൈയും ഒരു കാലും അറ്റുപോയിരുന്നു. കാരണം ആ മൈനിൽ ചവിട്ടിട്ട് അത് പൊട്ടിത്തെറിച്ചിട്ടാണ് അവനത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടോബി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് വന്നത്, നമ്മൾ തമ്മിൽ കുറച്ച് കണക്കുകളൊക്കെ തീർക്കാനില്ലേന്ന്. കാരണം ഇവരെ അതിനകത്ത് കൂട്ടിയിട്ടിട്ട് പോയത് ക്രിസ്റ്റ് ആണല്ലോ. അത് മാത്രമല്ല ടോബിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു സോൾജർ ഇവൻ തന്നെയായിരുന്നു. ആ വിശ്വാസം തെറ്റിച്ചിട്ടാണ് ഇവൻ അവിടെ നിന്ന് ഓടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ക്രിസ്റ്റ് പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം, നീ എന്നെ ഒന്ന് രക്ഷിക്കുന്നത്. അപ്പൊ ടോബി അവന് കൊടുക്കുന്ന മറുപടി ഇവൻ നേരത്തെ പറഞ്ഞ ആ മറുപടിയായിരുന്നു, വാർ ഒരു മനുഷ്യനെ എപ്പോഴും മാറ്റുമെന്ന്. ആ പറഞ്ഞതിന് ശേഷം അവൻ നേരെ ആ വെയർവൂഫിന്റെ ആ മനുഷ്യ ചെന്നായയുടെ രൂപത്തിലോട്ട് മാറുകയാണ്. പിന്നെ ക്രിസ്റ്റിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, അവന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കൂട്ടുകാരെ അപകടത്തിൽ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സുഹൃത്തിന് പറ്റിയ അവസ്ഥയാണിത്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു അപകടം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണം അല്ലെ. നിങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയൊരു ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.